കാർത്തിക്കുട്ടിക്ക് റുബിക്സ് ക്യൂബിൻ്റെ കളക്ഷൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലോ. അതുപോലെ പുള്ളിക്ക് കുറച്ച് ക്രേസ് വേറെ ചില സാധനങ്ങളോടുണ്ട് കേട്ടോ. അതിലൊരു സാധനമാണ് ഈ പേപ്പേഴ്സ്. ഇന്ന് റുബിക്സ് ക്യൂബൊക്കെ മാറ്റി വെച്ചിട്ട് പേപ്പറിൻ്റെ മേലെയാണ് മൂപ്പര്. കാര്യമായ ഒരു പരിപാടിയിലാണ് കേട്ടോ. ആദ്യം എനിക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാർ ഉണ്ടാക്കി തന്നു. അത് പിന്നെ അനിയൻ കൊണ്ടുപോയി. പിന്നെ എന്താ ഉണ്ടാക്കണേ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു അതൊന്നും ഇപ്പം പറയാൻ പറ്റൂല, ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അമ്മയ്ക്കും കാശിക്കുട്ടിക്കും ഒരു സർപ്രൈസ് ഉണ്ടെന്ന്. സർപ്രൈസ് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. കാർത്തിക്കുട്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമെങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ഒറിഗാമി വർക്കാണ്. പണ്ട് എനിക്കും ഇതിനോടൊക്കെ ഒരു ക്രേസ് ഉണ്ടായിരുന്നു. ഞാനും കുറേ പൂവും കപ്പലും വിമാനവും ഒക്കെ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. എന്തായാലും കാര്യമായ പണിപ്പുരയിലാണ്. പണ്ട് മുതലേ ഇങ്ങനെ കുറേ കാര്യങ്ങൾ അവൻ ചെയ്യും. ഇങ്ങനെ പേപ്പർ കൊണ്ട് കുറേ കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് അത് മുഴുവൻ എടുത്ത് ഒരു പെട്ടിയിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സമയത്ത് ഇത് മുഴുവൻ എൻ്റെ അമ്മയ്ക്ക് കൊടുത്തു. അമ്മ അംഗൻവാടി ടീച്ചറാണ്. അമ്മ എന്ത് ചെയ്തു, ഇതൊക്കെ കൊണ്ടുപോയിട്ട് അമ്മയുടെ അംഗൻവാടിയിൽ തൂക്കിയിട്ടിട്ടുണ്ട്. അമ്മയ്ക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ ആവശ്യം വരുമ്പം ആദ്യമൊക്കെ അമ്മ എന്നെ വിളിച്ച് പറയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ മടി കാണിക്കുമ്പോൾ അമ്മ ഇത് കാർത്തിക്കുട്ടീനെ വിളിച്ച് പറയും. കാർത്തിക്കുട്ടി ഇതൊക്കെ ചെയ്തു കൊടുക്കും. അതുകൊണ്ട് അമ്മമ്മേൻ്റെ രാജകുമാരൻ എന്നാണ് കാർത്തിക്കുട്ടീനെ വിളിക്കണത് തന്നെ. സത്യത്തിൽ കോവിഡ് കാലത്താണ് കേട്ടോ കാർത്തിക്കുട്ടിക്ക് ഇങ്ങനെ ചിത്രം വരയ്ക്കാനും ഒറിഗാമിയിലും ഒക്കെ കഴിവുകളുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായത്. പിന്നെ കോവിഡിൻ്റെ പ്രഹരം കഴിഞ്ഞ് ജീവിതം തിരിച്ചു പിടിക്കുന്ന തിരക്കിൽ ഇതൊക്കെ ഞങ്ങൾ നല്ലോണം അങ്ങ് പ്രോത്സാഹിപ്പിച്ചു എന്ന് പറയാം. അതിൽ എൻ്റെ അമ്മയ്ക്കുള്ള പങ്ക് ഭയങ്കര വലുതാണ് കേട്ടോ. ആ കഥ പിന്നൊരു ദിവസം പറയാം, കാരണം ഇത്തിരി ഇമോഷണലാണത്. അപ്പം കിട്ടിയ വിളിപ്പേരാണ് കേട്ടോ അമ്മമ്മയുടെ രാജകുമാരാന്ന്. എന്തായാലും ഉണ്ടാക്കിയ സാധനങ്ങൾ എന്താന്ന് കാണാട്ടോ. പിന്നെ അവൻ പറഞ്ഞ ആ സർപ്രൈസും. ഉണ്ടാക്കിയ സാധനങ്ങൾ ഏതൊക്കെയാന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഏതൊക്കെയാ കാർത്തി? ഫിഷ്. അതാ മീന് കണ്ടോ, അമ്മമീൻ, കാശിമീൻ, കാർത്തിമീൻ, അങ്ങനെ 2-3 മീന്. പിന്നെ ചാടിക്കളിക്കണേ തവള ഇനിയുണ്ട്. ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഇതാണ് കൊമ്പിലിരിക്കണ തത്തമ്മ കണ്ടോ. ഇനി ഇതൊക്കെ വെച്ചുള്ള സർപ്രൈസ് അതാട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എന്താ പരിപാടി രണ്ടാളും കൂടി? ഒരു കുളത്തില് ചാടി കളിക്കുന്ന തവളയും ഒരു അമ്മ മീനും അതിന്റെ 2 കുട്ടികളും ഉണ്ടായിരുന്നു. ഈ അമ്മ മീന് ഞാനാണോ? എന്നിട്ട് 2 കുട്ടികളും ഉണ്ടായിരുന്നു. അപ്പൊ ഒരു കൊമ്പിൽ നിന്ന് എന്നും ഈ തത്തമ്മ ഇതൊക്കെ കേൾക്കുമായിരുന്നു. അപ്പൊ ഒരു ദിവസം ആ തത്തമ്മയിലെ വന്ന് ഒരു മീനെടുത്ത് കൊണ്ടുപോയി. നല്ല കഥയാണല്ലോ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ തത്തമ്മേനെയും തവളേനെയും മീൻകുട്ടീനെയും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും പിന്നെ ഞങ്ങളുടെ കഥ ഇഷ്ടമായിട്ടുണ്ടെങ്കിലും എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ബെൽ ഐക്കണും കൂടി ഞെക്കണം. മറക്കണ്ട കേട്ടോ.